നിവിനാണെങ്കിൽ തൻ്റെ കൂട്ടുകാരനെ വിളിച്ചിട്ട് ബാങ്കിൻ്റെ കാര്യങ്ങളൊക്കെ തിരക്കുവാണ് കേട്ടോ. അവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് കഴിഞ്ഞു. ഇനി ലോൺ അടച്ചു തീർക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പലതും ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് രാജേശ്വരി വരുന്നുണ്ട്. അങ്ങനെ നിവിനാണെങ്കിൽ രാജേശ്വരി പേടിച്ചിട്ട് കാള് കെട്ടുകയാണ് കേട്ടോ. അപ്പോൾ രാജേശ്വരി ചോദിക്കുകയാണ്, എൻ്റെ മോൻ പലർക്കും വേണ്ടി ബാങ്കിൻ്റെ പടി കയറി ഇറങ്ങി കഷ്ടപ്പെടുന്നുണ്ടല്ലോ. അപ്പം നിവിൻ പറയുന്നുണ്ട്, അമ്മേ സ്വന്തം മോൻ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് അറിയാനായിട്ട് ചാരപ്പണി നടത്തുന്നത് അത്ര നല്ല കാര്യമല്ല. അപ്പോൾ രാജേശ്വരി പറയണം, എൻ്റെ മോൻ്റെ പ്രവർത്തികൾ നേരായ രീതിയിലാണെങ്കിൽ അമ്മയ്ക്ക് ചാരപ്പണിയുടെ ആവശ്യമില്ല. പക്ഷേ ഇതിപ്പോൾ അമ്മ അറിഞ്ഞത് ചാരപ്പണി നടത്തിയിട്ടില്ല. ഈ റിസോർട്ടിൻ്റെ മൊത്തം അക്കൗണ്ട്സും ഡീൽ ചെയ്യുന്നത് ഈ ബാങ്കിൽ തന്നെയാണ്. അത് മോൻ അറിഞ്ഞില്ലായിരുന്നോ? രാജേശ്വരി ഇതുവരെ ആരുടെ മുന്നിലും തലകുനിച്ചിട്ടില്ല. ബാങ്കുകാരാണ് ഇവിടേക്ക് വന്ന് FD ഇടുവോ എന്നൊക്കെ ചോദിച്ചിട്ട് തലകുനിച്ച് നിൽക്കാറെന്ന് പറയണം. അപ്പോൾ നിവിൻ പറയുന്നുണ്ട്, അമ്മയെ എല്ലാവർക്കും അമ്മയെ പോലെ കാശുകാരാവാൻ പറ്റില്ലല്ലോ. അങ്ങനെ അത് രാജേശ്വരി സമ്മതിക്കുന്നു കേട്ടോ. എന്നിട്ട് രാജേശ്വരി പറയാണ്, അരവിന്ദേട്ടനോട് എനിക്ക് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല. ജയപാലേട്ടനെ കണ്ടതുപോലെ തന്നെയാണ് ഞാൻ അരവിന്ദേട്ടനെ കണ്ടിട്ടുള്ളത്. അവരൊക്കെ അരവിന്ദേട്ടൻ്റെ മക്കളല്ലേ, ഞാൻ അവരെ സഹായിക്കാം. ഒരു 20 ലക്ഷം രൂപ ഞാൻ നിൻ്റെ കയ്യിലേക്ക് തന്നേക്കാം. നീ അത് അവരുടെ കയ്യിൽ കൊടുത്തേക്ക്, കടമായിട്ട് മതി. അവർക്ക് ആ കാശ് എപ്പോൾ തിരികെ തരാൻ പറ്റുമോ അപ്പോൾ തന്നോട്ടെ. എന്താ അത് പറ്റുമോ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ നിവിനാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. കാവേരി ഇത് വാങ്ങത്തില്ല എന്നറിയാലോ. അപ്പോൾ രാജേശ്വരി പറയാണ്, നടക്കില്ല അല്ലേ മോനെ? എന്നാൽ പിന്നെ മോനും ഇനി അവർക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടണ്ട. ഇനി ആ ബാങ്കിൻ്റെ പടി അവർക്ക് വേണ്ടിയിട്ട് നീ ചവിട്ടരുതെന്ന് പറയാൻ കേട്ടോ. ഇനി അങ്ങനെ നീ ചെയ്തെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്കിപ്പോൾ വീട് മാത്രമേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ. രാജേശ്വരി വിചാരിച്ചാൽ അവരെ ഈ നാട്ടിൽ നിന്ന് തന്നെ പറപ്പിക്കാൻ പറ്റും. അത് എന്നെക്കൊണ്ട് ചെയ്യിക്കരുതെന്ന് പറഞ്ഞിട്ട് രാജേശ്വരി അവിടെ നിന്ന് പോവുകയാണ്. അടുത്ത സീനിൽ നിലയും യമുനയും കൂട്ടിയിട്ട് പുഴയോരത്ത് കുളിക്കാൻ വരികയാണ് കേട്ടോ. അങ്ങനെ നിലയാണെങ്കിൽ പെട്ടെന്ന് പുഴയിലേക്ക് എടുത്ത് ചാടാൻ നിൽക്കുമ്പോൾ യമുനയാണെങ്കിൽ അവളെ പിടിച്ച് മാറ്റി നിർത്തുന്നുണ്ട്. എന്നിട്ട് യമുനയാണെങ്കിൽ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യണം കേട്ടോ. ഈ സമയത്ത് നിലയാണെങ്കിൽ കുറച്ചങ്ങോട്ടേക്ക് മാറി നിൽക്കുകയാണ് ഒരു പാറപ്പുറത്തായിട്ട്. അങ്ങനെ യമുനയാണെങ്കിൽ നിലയോട് തന്നെ പറയാണ്, എടി നീ എന്തിനാ വിനീതേട്ടനോട് ഗീതയെ പിച്ച് ഇതൊക്കെ പറയാൻ പോയത്? അതുകൊണ്ടല്ലേ നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നതെന്ന് പറയാം. അപ്പോൾ നില പറയുന്നുണ്ട്, ചേച്ചി ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് വിനീതേട്ടൻ അറിഞ്ഞതെന്ന് യമുന ചോദിക്കുമ്പോൾ നില പറയുന്നുണ്ട്, എനിക്ക് അറിയത്തില്ല ചേച്ചി, ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയണം. അപ്പോഴേ യമുനയാണെങ്കിൽ നിർത്താതെ അവളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എടി നമ്മൾ മറ്റൊരാളുടെ ഔദാര്യത്തിൽ കഴിയുമ്പോൾ നമ്മൾ ചിലതൊക്കെ സഹിക്കേണ്ടി വരും. അല്ലെങ്കിൽ മുതിർന്നവരല്ലേ, അവരങ്ങനെയൊക്കെ തന്നെയാണെന്നൊക്കെ പറയാണ് കേട്ടോ. അങ്ങനെ ഈ സമയത്ത് നിലയ്ക്കാണെങ്കിൽ നിൽക്കാൻ പറ്റുന്നില്ല കേട്ടോ. നല്ലതുപോലെ തല ചുറ്റുന്നുണ്ട്. അങ്ങനെ നിലയാണെങ്കിൽ കാലുറക്കേണ്ട അവിടേക്ക് വീണ് പോവുകയാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് യമുന നോക്കുമ്പോൾ നില അവിടെ മയങ്ങി കിടക്കുന്നതാവും കാണാം. അങ്ങനെ യമുന പെട്ടെന്നാണെങ്കിൽ ഓടി വന്നിട്ട് നിലയെ മടിയിൽ പിടിച്ച് കിടത്തണം കേട്ടോ. എന്നിട്ട് നിലയെ വിളിക്കുമ്പോൾ അവൾ ഉണരുന്നില്ല. അങ്ങനെ യമുനയ്ക്ക് നല്ല പേടിയാണ് കേട്ടോ. യമുനയാണെങ്കിൽ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഈശ്വരൻ ഞാൻ എങ്ങനെ ഇവളെയും കൂട്ടിയിട്ട് ഇപ്പോൾ അമ്മയുടെ അടുത്തേക്ക് പോവും? ഗംഗേച്ചിയും യമുനേച്ചിയും ബാങ്കിലേക്ക് പോയിരിക്കുകയാണല്ലോ, ഞാൻ എന്താ ചെയ്യുക? ഇവളെ കൂട്ടി പോയാൽ സുജാത അമ്മയാണെങ്കിൽ തിരിഞ്ഞു നോക്കത്തില്ല. ഇവളെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണമല്ലോ എന്ന് കരുതിയിട്ട് യമുനയാണെങ്കിൽ നിലയെ എടുക്കുകയാണ് കേട്ടോ. എടുത്തുകൊണ്ട് അവിടെ നിന്ന് ഓടുകയാണ്. ഓടുന്ന വഴിയിൽ ഇടയ്ക്കിടയ്ക്ക് നിന്നിട്ട് നിലയെ തട്ടി ഉണർത്താനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നിലയാണെങ്കിൽ ഉണരുന്നില്ല. അങ്ങനെ യമുനയാണെങ്കിൽ അവളെ തൂക്കി തോളത്തിട്ടിട്ട് റോഡിലേക്ക് ഓടുകയാണ് കേട്ടോ. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ റോഡിലേക്ക് എത്തുന്നുണ്ട്. അവിടെ കാണുന്ന വണ്ടികളൊക്കെ യമുനയാണെങ്കിൽ കൈ കാണിച്ച് നിർത്തി സഹായം ചോദിക്കുമ്പോൾ ആരും നിർത്തുന്നില്ല. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴാണെങ്കിൽ അങ്ങോട്ടേക്ക് നരൻ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നരൻ്റെ കാറ് കാണുമ്പോൾ യമുനയാണെങ്കിൽ കൈ കാണിച്ച് കാറ് നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ നരനും അവിടെ നിർത്തുന്നുണ്ട് കാറ്. അപ്പോൾ യമുന പറയണേ, ഏട്ടെ ഒരു എമർജൻസിയാണ് ഏട്ടാ, ഒന്ന് സഹായിക്കാവോ പ്ലീസ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നരനാണെങ്കിൽ നിലയെ നോക്കുന്നുണ്ട് കേട്ടോ. നില ബോധം കെട്ട് കിടക്കുകയാണ്. അങ്ങനെ കാറിലേക്ക് കയറിക്കൊള്ളാൻ പറയുകയാണ്. അങ്ങനെ യമുനയാണെങ്കിൽ നിലമോളയും തൂക്കി കാറിലേക്ക് കയറുകയാണ് കേട്ടോ. അങ്ങനെ നരനും അവർ കൃത്യസമയത്ത് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നുണ്ട്. അവിടെ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സമയത്ത് യമുനയാണെങ്കിൽ നരഞ്ഞ് തിരിഞ്ഞ് നോക്കുന്നുണ്ട് കേട്ടോ. നരനാണെങ്കിൽ ഒരു താങ്ക്സ് പോലും കേൾക്കാൻ നിൽക്കാതെ കാറിൽ കയറിയിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് ശാരദയാണെങ്കിൽ മുത്തശ്ശീനെയും കൂട്ടിയിട്ട് പുഴയോരത്ത് വരികയാണ് കേട്ടോ. എത്ര നേരമായി ഈ 2 പിള്ളേരും കുളിക്കാനാണെന്നും പറഞ്ഞ് പോയിട്ട് ഇവരെ കണ്ടില്ലല്ലോ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് തിരഞ്ഞ് വരികയാണ്. തിരഞ്ഞ് വന്ന് നോക്കുമ്പോൾ അവിടെ 2 പേരെയും കാണത്തില്ല കേട്ടോ. അങ്ങനെ മുത്തശ്ശി നോക്കുമ്പോൾ അവരുടെ ഡ്രസ്സൊക്കെ അവിടെ ഉണ്ടാവും. അങ്ങനെ അവർക്ക് എന്തെങ്കിലും അപകടം പറ്റിയതാണെന്ന് കരുതിയിട്ട് ശാരദയാണെങ്കിൽ യമുനയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. അങ്ങനെ ഫോൺ അവിടെ തന്നെ ഉള്ളതുകൊണ്ട് അവിടെ തന്നെ റിങ് ആവുന്നുണ്ട് കേട്ടോ. അങ്ങനെ മുത്തശ്ശിയാണെങ്കിൽ ഡ്രസ്സിൻ്റെ ഇടയിൽ നിന്ന് ആ ഫോൺ എടുത്തിട്ട് ശാരദയുടെ കയ്യിൽ കൊടുക്കുകയാണ്. പിന്നെ ശാരദയ്ക്ക് നല്ല പേടിയാവുന്നുണ്ട് കേട്ടോ. പിള്ളേർക്ക് എന്തോ പറ്റിയതാണ്, അമ്മ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടെ നിന്ന് വിഷമിച്ച് നിന്ന് കരയാണ്. ഈ സമയത്ത് തന്നെ യമുനയാണെങ്കിൽ മറ്റൊരാളുടെ ഫോണിൽ നിന്നിട്ട് ശാരദയെ വിളിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നിലയെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ച കാര്യമൊക്കെ പറയാണ്. അപ്പോൾ ശാരദയാണെങ്കിൽ മുത്തശ്ശിയും കൂട്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് വരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ യമുന പറയുന്നുണ്ട്, ഇല്ല വേണ്ടമ്മേ, ഞാൻ ഗംഗേച്ചിനെയും കാവേരിച്ചിനെയും വിവരം അറിയിച്ചിട്ടാണ് അവരിങ്ങോട്ടേക്ക് വരും, അമ്മ ഇങ്ങോട്ടേക്ക് വരണ്ടെന്ന് പറഞ്ഞിട്ട് യമുന വയ്ക്കുകയാണ്.